ജോഷിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 13. ദേശവിഭജനം. ജോഷ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്തരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്ക് ഉള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികളിൽ വരെയുമുള്ള സ്ഥലവും, ഫിലിസ്തീൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്തോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും, തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും, സീദോന്യരുടെ മൊറാറിയും അമ്മൂര്യരുടെ അതിർത്തിയായ അഫേക് വരെയും, ഗബാലിയരുടെ ദേശവും, ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെയും, ലെബനോനും മിസ്രഹോത് മായുമിന്നും ലെബനോനും ഇടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. ജോർദാന് കിഴക്ക്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. ജോർദാൻ നദിയുടെ കിഴക്ക് വശത്തായിരുന്നു അത്. അർണോൺ താഴ്വരയുടെ മധ്യത്തിൽ ഉള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലം ഉൾപ്പെടുന്ന ദീബോൻ വരെയും, എഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമോന്യരുടെ അതിർത്തികൾ വരെയും, ഗിലെയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേക്ക വരെയുള്ള ബാഷാനും, എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മാക്കാത്യരെയോ തുരത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ നൽകിയ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹന ബലികളാണ് അവരുടെ അവകാശം. റൂബന്റെ ഓഹരി. റൂബന്റെ ഗോത്രത്തിനും കുടുംബം അനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. എഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും, ദീബോനും ബാമോദ് ബായലും ബേത് ബാൽ മേയോനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാത്തായിമും സിപ്മായും, സമതലത്തിലെ ചെറുകുന്നുകളിലുള്ള സെരത് ഷാഹറും ബെത്പെയോറും പിസ്ഗ ചെരുവുകളും ബേത് ജഷിമോത്തും, എഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിൽപ്പെടുന്നു. അവൻ്റെയും മിദിയാനിലെ നേതാക്കന്മാരായ ഏവി, റേക്കം, സൂർ, ഹൂർ, റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബന്റെ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. ഗാദിന്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ യാസാർ, ഗിലെയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ, അമ്മോന്യരുടെ ദേശത്തിന്റെ പകുതി, ഹെഷ്ബോൺ മുതൽ റാമാത്ത്, മിസ്പെയും ബെത്തോണിമും വരെ, മഹാനായും മുതൽ ദബീറിൻ്റെ പ്രദേശം വരെ, താഴ്വരയിലെ ബെത് ഹാറാം, ബെത് നിമ്ര, സുക്കോത്ത്, സാഫോൻ, ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിൻ്റെ ബാക്കി ഭാഗം എന്നിവയാണത്. കിന്നരോത്ത് കടലിൻ്റെ താഴത്തെ അറ്റം വരെ ജോർദാൻ്റെ കിഴക്കേ തീരമാണ് അതിൻ്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. മനാസയുടെ ഓഹരി. മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹാനായും മുതൽ ബാഷാൻ മുഴുവനും, ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യം മുഴുവനും, ബാഷാനിലുള്ള ജായറിൻ്റെ എല്ലാ പട്ടണങ്ങളും, 60 പട്ടണങ്ങളും, ഗിലെയാദിൻ്റെ പകുതിയും, അഷ്താരോത്ത്, എദ്രയി എന്നീ ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസയുടെ മകനായ മാക്കീറിൻ്റെ വസതികളിൽ പകുതി പേർക്ക് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ചതാണിവ. ജെറിക്കോയുടെ കിഴക്ക്, ജോർദാൻ അക്കരെ, മൊവാബ് സമുദ്രത്തിൽ വെച്ച് മോശ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമായി ഒന്നും നൽകിയില്ല.
അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. ദൈവവചനമാണ് നാം കേട്ടത്.